ഭഗവാനെ ഉപാസിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് എന്നാണ് ശ്രീമദ് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരം കഴിഞ്ഞതോടുകൂടി ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ ഒന്നല്ല, പത്തല്ല, നൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, എത്രയോ 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 മാർഗങ്ങളാണ് ഉണ്ടായത്. മനസ്സിലായോ വല്ലതും പറഞ്ഞത്? കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പ്രഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ആർക്കും മനസ്സിലാവാനാണ്. അത് മിക്കവാറും ലോകത്തിൽ നടക്കുന്ന ഒരു 90% പ്രഭാഷണങ്ങളും അങ്ങനെയാണ്. ഒരു 10% പ്രഭാഷണത്തിലെ ആദ്യം പറയുന്നത് എന്താണ്? ആൾക്കാർക്ക് എത്ര വലിയ പ്രഭാഷണമാണെങ്കിലും, ഏത് രാജ്യത്തിൽ എവിടെ നടക്കുന്ന പ്രഭാഷണമാണെങ്കിലും 90% ആൾക്കാർക്കും എന്താണ് ആ പ്രഭാഷകൻ ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാവാറേയില്ല. ശ്രീമദ് ഭാഗവതത്തിലും അങ്ങനെയാണ്, രാമായണത്തിലും അങ്ങനെയാണ്. വളരെ പേര് കേട്ട പ്രസിദ്ധങ്ങളായ നിരവധി പ്രഭാഷണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കഥ എങ്ങനെയാണ്? പിന്നെ അദ്ദേഹം പറഞ്ഞു കുറേ കഴിയുമ്പോഴാണ് എന്താണ് പറയുന്നത് ആൾക്ക് മനസ്സിലാവുക, കേൾവിക്കാർക്ക് മനസ്സിലാവും. അപ്പം എന്താ ആദ്യം പറഞ്ഞത്? എന്താ പറഞ്ഞതെന്നില്ല. എന്തേ പറഞ്ഞത്? സ്വർഗാവവർഗയോ പുംസാം പ്രസായാം സമ്പദ സർവാസാമസിദ്ധീനാം മൂലം തക്ഷരണാർച്ചനം. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുവാൻ എന്തിനാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീകൃഷ്ണ ഭഗവാനെ അനുഭവിക്കുക എന്നർത്ഥം. അനുഭവൈക വിദ്യനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. എല്ലാ ഈശ്വരന്മാരും എങ്ങനെയാണ്? അനുഭവൈക വിദ്യനാണ് എന്ന് പറയും. അനുഭവൈക വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ച് മാത്രമേ ഈ ഗുരുവായൂരപ്പനെ അറിയുവാൻ പറ്റുകയുള്ളൂ. ഓരോ തരത്തിലും ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും ഭാഗവതവും ഒക്കെ പറയുന്നു, ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഈശ്വരനും അനുഭവൈക എന്ന് പറഞ്ഞാൽ അനുഭവം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ ഭഗവാനെ അനുഭവിച്ച് അറിയാനുള്ള മാർഗങ്ങളുടെ എണ്ണം ആയിരക്കണക്കായിരുന്നു. സ്വതവേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ അങ്ങേ അറിയാൻ എത്ര മാർഗമുണ്ട്? ഭഗവാൻ എണ്ണീട്ട് പറഞ്ഞു, 1, 2, 3. ഉദ്ധവ, എന്നെ അറിയാൻ ആകെ 3 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാല് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവോപദേശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞിട്ടുണ്ട്. അതേതാ 3 മാർഗം? ഭഗവാൻ എണ്ണി പറഞ്ഞു, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്. ഉദ്ധവൻ കേട്ടു. നമ്മൾ ഭാഗവതം വായിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി ഭഗവാനെ പ്രാപിക്കാൻ എത്ര മാർഗങ്ങളുണ്ടെന്ന്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് കർമ്മയോഗം, പിന്നെ ജ്ഞാനയോഗം, പിന്നെ ഭക്തിയോഗം. വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെ എന്താ ഇപ്പം പറഞ്ഞത്? ഭഗവാനെ അനുഭവിച്ചറിയാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അതല്ലേ അതിൻ്റെ രസം. അതായത് ഉദ്ധവോപദേശമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ പിന്നെ ഉദ്ധവനെ പറഞ്ഞയച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഭഗവാൻ എത്രയോ ലീലകൾ പിന്നെയും ആടി. എത്ര ലീലകളാ ഉദ്ധവോപദേശം കഴിഞ്ഞ് നിരവധി ലീലകൾ ആരാടിയിട്ടുണ്ട്, ഭഗവാൻ ആടിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നല്ലോ ഭഗവാന്റെ സുധാമഗമനം. സുധാമഗമനമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് സാക്ഷാൽ ശിശുബ്രഹ്മർഷി ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്നു. ആ തീരത്ത് വന്നിരുന്ന് പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്, എന്താ പറയണത് എന്നല്ലേ. അത് ദശമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്താണ് എന്ന് പറയുന്നത്. ശിശുബ്രഹ്മർഷി ഈ രഹസ്യം അനാവരണം ചെയ്യുന്നത്. അതെന്തായിരുന്നു രഹസ്യം? തീർത്ഥം ചക്രേണ ഭോനം യദജനി യദുഷുസ്വസ്തരിൽ പാദശൗചം വിദ്യുസ്നിഗ്ധാസ്വരൂപം യയു അചിതപര ശ്രീയദർത്ഥേന്യയജ്ഞ എന്നാമാമംഗളഘ്നം ശ്രുതമഥഗതിതം യൽകൃതോത്രധർമ്മ കൃഷ്ണസ്നേഹന്ന ചിത്രം ക്ഷിതിപരഹരണം കാലചക്രായുധസ്യ. ഭഗവാന്റെ കയ്യിൽ അല്ലയോ പരീക്ഷിത്തെ ഒരു ആയുധമുണ്ട്. അതിനെ ചക്രായുധം എന്നാണ് പറയുക. കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞാൽ കാലചക്രായുധം എന്നാണ് അതിനെ പറയുക. ചില മഹാത്മാക്കൾ അല്ലെങ്കിൽ സജ്ജനങ്ങളൊക്കെ അതിനെ സുദർശന ചക്രം എന്ന് പറയാറുണ്ട്. അതിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് അത് തിരിയണത് അറിയില്ല. ലോകത്തിൽ ആർക്കും അറിയില്ല ഈ ഭഗവാന്റെ കയ്യിലുള്ള കാലചക്രത്തിന്
എത്ര വേഗതയുണ്ട് എന്ന് ലോകത്തിലൊരാൾക്കും അറിയില്ല. അപ്പോൾ കാലചക്രവും കയ്യിലെടുത്ത് അതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഈ ശ്രീകൃഷ്ണലീലകളെല്ലാം ആടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ എത്രയോ 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 ആയി. അപ്പോൾ കലിയുഗത്തിൽ താമസിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമായി. ഏത് മാർഗത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ പ്രാപിക്കാം. അതിൽ ഒരു മാർഗമാണ് സുദാമാവിന് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം ദ്വാരകയിൽ ചെന്നു, ഭഗവാനെ കണ്ടു. ഭഗവാനിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. എല്ലാം കഴിഞ്ഞ് ഭഗവാൻ അവിടുന്ന് പറഞ്ഞയച്ചു. കുറേ ദിവസം താമസിപ്പിക്കായിരുന്നില്ലേ തൻ്റെ കൂട്ടുകാരനെ? അതൊന്നും ഭഗവാൻ ചെയ്തില്ല. ഒരു ദിവസം സുദാമാവ് ദ്വാരകയിൽ ചെന്നു. ഭഗവാൻ നന്നായിട്ട് സ്വീകരിച്ചു, അവിലൊക്കെ കഴിച്ചു. അതുകഴിഞ്ഞ് അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്നാണ് അതിരാവിലെ എഴുന്നേറ്റ് സുദാമാവിനെ ആര് പറഞ്ഞയച്ചത്? ജഗാമ സ്വാലയം താത പതി അനുവർജ്യ നന്ദിത. ഇങ്ങനെയാണ് ഭഗവാൻ യാത്രയാക്കിയത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ബ്രാഹ്മണ തു രജനീം ഉഷിത്വ അച്യുതമന്ദിരേ. അതായത് ഭഗവാനെ കാണാൻ വേണ്ടി സുദാമാവ് പോയി. എന്നിട്ട് അവിടുന്ന് ഭഗവാൻ അവിലൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ബ്രാഹ്മണ താം തു രജനീ, രജനി പറഞ്ഞാൽ രാത്രി. അന്ന് രാത്രി ഈ സുദാമാവ് ഉഷിത്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ താമസിച്ചു. എവിടെ താമസിച്ചു? അച്യുത മന്ദിരേ. അച്യുതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മനോഹരമായ മണിമന്ദിരത്തിൽ അന്ന് താമസിച്ചു. ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതയ്യഥ. ഭഗവാൻ വല്ല ഭക്ഷണമൊക്കെ കൊടുത്തു എന്ന് നമുക്ക് സംശയം ഉണ്ടാവില്ലേ? ശിശുബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷിത്തെ ഭുക്ത്വാ പീത്വാ. രണ്ട് കൂട്ടുകാരും കൂടി നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചു, പിന്നെ കുടിച്ചു. സുഖമേനെ നല്ല പരമാനന്ദം അനുഭവിച്ചു. എന്നിട്ട് ശോഭൂതേ, പിറ്റേന്ന് ശ്വഹ പറഞ്ഞാൽ പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസമായപ്പോൾ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിത ജഗാമസ്വാലയം താത പഥ്യനുവ്രജ്യ നന്ദിത. ഭഗവാൻ പിറ്റേന്നാണ് എൻ്റെ രാവിലെയുള്ള കുറേ കാര്യങ്ങൾ ഭഗവാന് ചെയ്യാണ്ട്. അതെന്തൊക്കെയാ? രണ്ടുപേരും വന്ന് ബ്രാഹ്മമുഹൂർത്തത്തിലാണ് എണീറ്റത് എന്ന്. ആ അവിലൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രണ്ടുപേരും എഴുന്നേറ്റത്. രണ്ടുപേരും ഒരേ മുറിയിലാണ് കിടന്നത്. ഉറങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബ്രാഹ്മമുഹൂർത്തങ്ങളായപ്പോഴേക്കും ബ്രാഹ്മേ മുഹൂർത്തമുത്ഥായ വാരിവസ്പൃശ്യ മാധവ. ബ്രാഹ്മമുഹൂർത്തമായപ്പോൾ ഭഗവാൻ എഴുന്നേറ്റു. ഭഗവാൻ നോക്കിയപ്പോൾ സുദാമാവ് കൊണ്ട് എഴുന്നേറ്റിരിക്കണം. ആരും പറഞ്ഞിട്ടല്ല, ആരും വിളിച്ചിട്ടല്ല. അത് നിത്യമുള്ള ശീലമാണ്. രണ്ടുപേരും ഒരേ സമയത്താണ് അന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യുക? കുറേ നേരം ഇരുന്നങ്ങനെ ധ്യാനിക്കും. ആരെയാ ധ്യാനിക്കാന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. സുദാമാവ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? സുദാമാവിന് വലിയ പരമാനന്ദമായി. കാരണം ഇന്നിപ്പോൾ എവിടെ ഇരുന്നിട്ടാ രാവിലത്തെ ധ്യാനം? നേരത്തെ പറഞ്ഞില്ലേ അച്യുതമന്ദിരേ. എന്താ അർത്ഥം? ധർമ്മത്തിൽ നിന്ന് ഒരു ലവലേശം പോലും ഭഗവാൻ ഒരിക്കലും മാറി നിൽക്കാറില്ല. അങ്ങനെയുള്ള ആ ധർമ്മ മന്ദിരമാകുന്ന ഭഗവാന്റെ അച്യുത മന്ദിരത്തിൽ ഇരുന്നിട്ടാണ് ഇന്ന് സുദാമാവ് ആരുടെ കൂടെ ഇരുന്നിട്ടാ ധ്യാനിക്കുന്നത്? ഭഗവാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ അടുത്തിരുന്ന് സുദാമാവ് എല്ലാ ദിവസവും ചെയ്യുന്ന ആ ശ്രീകൃഷ്ണ ധ്യാനം നല്ലതുപോലെ ചെയ്തു. രണ്ടുപേരും ധ്യാനം കഴിഞ്ഞ് ഒരേ സമയത്താണ് എഴുന്നേറ്റത്. ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. രണ്ടുപേരും എടുത്ത സമയം കൃത്യസമയം. അത് കഴിഞ്ഞ് അവിടെ നല്ല നേരത്തെ പറഞ്ഞില്ലേ ആവണപ്പലകയുണ്ട്. ഒരു പ്രത്യേക തരത്തിൽ നിർമ്മിക്കുന്ന പലകയാണ് ആവണപ്പലക. സുദാമാവ് ഒന്നും വേണ്ടിയില്ല, ഭഗവാനൊന്നും വേണ്ടിയില്ല. രണ്ടുപേരും ആ മുറിയിൽ പ്രത്യേക ഭാഗത്ത് ആവണപ്പലകയിലിരുന്നു. ശരീരം കളയാതെ നേരെ ഇരുന്നു. എന്നിട്ട് 1008 തവണ ഗായത്രി മന്ത്രം രണ്ടുപേരും ജപിച്ചു. രണ്ടുപേരും ഒരേ സമയത്താണ് ജപം കഴിഞ്ഞ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് നമസ്കാരങ്ങളൊക്കെ ചെയ്തു. ധാരാളം നമസ്കാരങ്ങൾ എന്നും ചെയ്യാറുണ്ട്. മുടക്കിയില്ല എന്നർത്ഥം. ഈ കഥയൊന്നും നമുക്ക് അറിയില്ല അല്ലേ? ഒന്നും മുടക്കാതെ അന്നും ശ്രീകൃഷ്ണനും സുദാമാവും കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അമ്മയെ കാണട്ടെ, വരൂ.
സുധാമാന് വലിയ സന്തോഷമായി. ആരെയാ കാണാൻ പോണത്? ഇന്നലെ എന്തൊരു പരമാനന്ദമായിരുന്നു അല്ലേ, ഭഗവാനെ കണ്ടതിൻ്റെ പരമാനന്ദമായിരുന്നു ഇന്നലെ. രാവിലെ എല്ലാം കഴിഞ്ഞപ്പോൾ ജപവും ധ്യാനം നമസ്കാരവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മയെ കാണാൻ വരൂ, അച്ഛനെയും കാണാം. എന്നിട്ട് നേരെ അവർ താമസിക്കുന്ന വലിയൊരു അന്തപുരമുണ്ട്, ദേവകീ വസുദേവന്മാർ താമസിക്കുന്ന. സുധാമാവ് വളരെ വളരെ ഭവ്യതയോടെ ഭഗവാന്റെ പിന്നാലെ ചെന്നു. വരൂ. അകത്തേക്ക് കയറിയപ്പോൾ എന്തൊരു രസമല്ലേ! ഇന്നലെ ഭഗവാന്റെ ആ ഗൃഹത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ബ്രഹ്മാനന്ദം യതോ യഥ, ഒരു 4 പിടി അവരുമായിട്ട് സുധാമാവ് ഓർത്തു. ഇന്നലെ മെല്ലെ നടന്ന് 16,108 ഗൃഹങ്ങളിൽ ഏതോ ഒരു ഗൃഹത്തിലേക്ക് സുധാമാവ് അങ്ങോട്ട് കയറിയപ്പോൾ ബ്രഹ്മാനന്ദം യതോ യഥ, ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന ഒരു യോഗിക്ക് എന്തനുഭവമായിരുന്നോ ആ അനുഭവമാണ് ഇന്നലെ ആ അച്യുത മന്ദിരത്തിൽ കയറിയപ്പോൾ സുധാമാവിന് ഉണ്ടായത് എങ്കിൽ ഇപ്പോഴുണ്ടായ അനുഭവം അതല്ല. പിന്നെ എന്തായിരുന്നു? അവിടെ വസുദേവൻ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദേവകീ ദേവി ഇരിക്കുന്നുണ്ട്. ആ 2 പേർക്കും എപ്പോഴും എന്താ പരിപാടി എന്നറിയോ? അന്ന് ഭഗവാൻ അവതരിച്ച സമയത്ത് വസുദേവരോടും ദേവകിയോടും പറഞ്ഞിട്ടുണ്ട്. എന്താ ഭഗവാൻ ഉപദേശം? യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃൽ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. അവതാര സമയത്ത് ആ അവതാരമൂർത്തിയായ ഭഗവാൻ വസുദേവരോടും ദേവകിയോടും അതിഗംഭീരമായ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ? യുവാം പുത്രഭാവേന, നിങ്ങൾ 2 പേരും എന്നെ പുത്രഭാവത്തിൽ ഉപാസിക്കണം. പിന്നെ യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൽ ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേതേ മദ്ഗതിം പരാം. 2 ഭാവത്തിൽ എന്നെ ഉപാസിക്കണം എന്നാണ് വസുദേവരോടും ദേവകിയോടും അവതരിച്ച അന്ന് രാത്രി ഭഗവാൻ ഉപദേശിച്ചത്. നമ്മളൊക്കെ ഉപദേശം കേൾക്കേ പതിവുള്ളൂ അല്ലേ? എന്ത് പതിവില്ല? പറയണോ പറയാണ്ടിരിക്കണോ ബാക്കി എനിക്ക് അറിയില്ല അല്ലേ? ആലോചിച്ചാൽ മനസ്സിലാവും. ഉപദേശം നമ്മളൊക്കെ ഇന്നിങ്ങനെ കേൾക്കും, പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ പല മനുഷ്യരും എത്രയോ പിന്നിലാണ്. എന്നാൽ ദേവകീ വസുദേവന്മാര് ഭഗവാൻ അവതരിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാനെ 2 ഭാവത്തിലാണ് അത്ര ഉപാസിക്കുന്നത്. എങ്ങനെയാ? യുവാം പുത്രഭാവേന, ഭഗവാൻ പുത്രനായതുകൊണ്ട് പുത്രഭാവത്തിലുള്ള ഉപാസന. അത് കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ സാക്ഷാൽ ബ്രഹ്മമായതുകൊണ്ട് ബ്രഹ്മഭാവത്തിലും ഉപാസിക്കണം. ഇത് എങ്ങനെയാ പതിവ് എന്നറിയോ? രാവിലെയാണ് എഴുന്നേറ്റ്, അപ്പോൾ സുധാമാവും ഭഗവാനും കൂടി ആ മുറിയുടെ വാതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൈകൊണ്ട്, എന്താ മനസ്സിലായില്ലേ? ഇങ്ങനെ കാണിച്ചു. 2 പേരും അതിരാവിലെ അവിടെ ഇരുന്നിട്ട് കുറേ നേരമായി തുടങ്ങിയിട്ട് ഈ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ബ്രഹ്മമാണ്, നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ. ആ ബ്രഹ്മത്തെ ഇവര് രാവിലെ എഴുന്നേറ്റാൻ തുടങ്ങും. ബ്രഹ്മഭാവത്തിലാണത്രേ ധ്യാനം. അതുകൊണ്ട് ഭഗവാൻ കൂട്ടുകാരനോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, മിണ്ടണ്ട, നമുക്കിവിടെ ഇത്തിരി നേരം കാത്തിരിക്കാം. ഇത്തിരി നേരം കഴിഞ്ഞാൽ ഭഗവാൻ എന്നും പതിവുള്ളതാണ്, ഇത് കൂട്ടുകാരൻ്റെ കൂടെയാണെന്ന് മാത്രം. ഇതിന് നേരം കഴിഞ്ഞപ്പോൾ കുറേ നേരം ഭഗവാനെ ബ്രഹ്മഭാവത്തിൽ ധ്യാനിച്ച് ആ മാതാപിതാക്കൾ സാവധാനം കണ്ണു തുറന്നു. ഭഗവാൻ സുധാമാവിനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് വരൂ. മിണ്ടാതെ അകത്ത് കയറി. ഭഗവാൻ അകത്ത് കയറി വസുദേവനും ദേവകിയും നോക്കി. എന്നും ഭഗവാൻ വരാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നാലെയാണ് അത്രേ ബലരാമൻ വന്ന് നമസ്കാരം. ഇതിപ്പോൾ ആരാ? ബലരാമനല്ലല്ലോ കൂടെ, ആരാ ഉണ്ണി? ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീരാമാവ് എന്നാ പേര്. ചൽ, കൂട്ടുകാരനാ, മിടുക്കൻ,
ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ദേവകിയെ നമസ്കരിച്ചു, വസുദേവരെ നമസ്കരിച്ചു. സുധാമാവ് ഇങ്ങനെ നോക്കി നിന്നു. സുധാമാവ് ഇങ്ങനെ തൊഴുതു നിൽക്കുക. ഇന്നലെ ബ്രഹ്മാനന്ദം ഗതോ യഥ, ഭഗവാന്റെ അച്യുത മന്ദിരത്തിലേക്ക് കയറിയപ്പോഴേക്കും ബ്രഹ്മാനന്ദം അനുഭവിച്ച തനിക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ അനുഭവം. വസുദേവരെ കണ്ടു, ദേവകിയെ കണ്ടു. ഭഗവാൻ രണ്ടുപേരെയും മാറി മാറി നമസ്കരിച്ചു. സുധാമാവ് ചിന്തിച്ചില്ല ആരെ നമസ്കരിച്ചു. വസുദേവരെ നമസ്കരിച്ചു, ദേവകിയെ നമസ്കരിച്ചു. പിന്നെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അല്ല, ആഗമനോദ്ദേശം കൂട്ടുകാരനാ, കാണാൻ വന്നതാ, എപ്പോഴാ വന്നത്? ഇന്നലെ. ആ, നന്നായി. എന്നിട്ട് എന്താ കൊണ്ടുവന്നത്? ഭഗവാൻ പറഞ്ഞു, രുക്മിണിയുടെ കയ്യിലുണ്ട്. എന്താ പറയൂ? അല്ല, ഇവിടെ ഏൽപ്പിക്കണം കേട്ടോ, കുറച്ച് തരണേ. സുധാമാവിനാകെ കണ്ടു പറഞ്ഞു, ഇന്ന് പിന്നെ കഴിഞ്ഞില്ലായിരുന്നു. ഇന്നലെ ഭഗവാൻ നല്ല ഓർമ്മയുണ്ട് സുധാമാവിന്. കണ്ണൊക്കെ നിറച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഭഗവാന്റെ മാതാപിതാക്കളെ നോക്കിയിരിക്കുക. അപ്പോൾ വസുദേവര് പറഞ്ഞു, അടുത്തേക്ക് വരും. എൻ്റെ പേര് പറഞ്ഞത് ഞാൻ കേട്ടു, നല്ല പേര്. ആ അതെ, ഇവിടെ അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കുറേ ദിവസം താമസിക്കുക പതിവ്. ദേവകിയും പറഞ്ഞു, ഇവിടെ വരുന്നവരൊക്കെ ഉണ്ണി കുറേ ദിവസം താമസിക്കുകയാണ് പതിവ്. നല്ല രസ ഇവിടെ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുക. അമ്പലം കാണണ്ടേ, വരൂ. അവര് 4 പേര് കൂടി നടന്ന് അവിടെ നല്ല ഒരു, ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഒരു ദേവാലയം അല്ലേ. അപ്പം ഞാൻ തന്നെ അവിടെ വായന കഴിഞ്ഞ് തിരി കഴിഞ്ഞപ്പോൾ ആ ദേവാലയപ്പുരയിലൊക്കെ പോയി ഒന്ന് തൊഴുത്. ഇതുപോലെ എന്നും ദേവാലയുണ്ട്. ആർക്ക്? വസുദേവർക്കും ദേവകിക്കും. 4 പേരും കൂടി നടന്നു ആ ദേവാലയപ്പുരയിൽ ചെന്നു. അവിടെ കുറേ നേരം ധ്യാനിച്ചിരുന്നു. അവിടെ നല്ല ഒന്നാം തരം ഒരു ശ്രീകൃഷ്ണ പ്രതിമ. സുധാമാവ് കുറേ നേരം അവിടെ ഇടാതിരുന്നു, ഭഗവാനെ നമസ്കരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ, ഭുക്വാ പീത്വാ സുഖം മേനെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പരീക്ഷിത് മഹാരാജാവേ തൻ്റെ കൂട്ടുകാരനെ സുധാമാവിനെ ഭഗവാൻ അവിടുന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നാലെ ചെന്നു തറയും ഭഗവാൻ. പിന്നാലെ നടന്ന് പിന്നാലെ ചെന്ന് എത്ര വരെ ഭഗവാൻ പോയി? ജലാശയം കാണുന്നത് വരെ ഭഗവാൻ പിന്നാലെ ചെന്നു. ജലാസ്വാലയം താത പതി അനുവ്രജ്യ. അനുവ്രജ്യ പറഞ്ഞാൽ എന്താ? സുധാമാവിൻ്റെ പിന്നാലെ കുറേ ദൂരം നടന്ന് ഒരു ജലാശയം കാണുന്നത് വരെ ഭഗവാൻ കടന്നു. പിന്നെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. സുധാമാവ് എന്തെല്ലാം അനുഭവ സമ്പത്തുമായിട്ട് അവിടുന്ന് സാവധാനത്തിൽ നടന്നു. കുറേ നേരം നടന്നപ്പോൾ തോന്നി, ഒന്നുകൂടി കാണണ്ടേ ഭഗവാനെ. ഞാൻ അതിനാ വന്നത്, ഒന്നിനല്ല വന്നത്. കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാൽ ഇത് ചിന്തയൻ. ഒരു 4 പിടി അവരുമായിട്ട് താൻ വന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായ തിരുമുഖം കാണാൻ വേണ്ടി മാത്രമായിരുന്നു. മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ. ഒന്നുകൂടി ആ തിരുമുഖം കാണട്ടെ എന്ന് കരുതി സുധാമാവ് ഒന്ന് തിരിഞ്ഞു നോക്കി. പോയിട്ടില്ല കേട്ടോ, പോയില്ല. ഈ തിരിഞ്ഞ നോട്ടം എന്ത് രസ. സുധാമാവ് തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിച്ചു, ഒരുപാട് തിരക്കുള്ള ആളായിരുന്നു അല്ലേ. പോയിണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ പോയിട്ടില്ല. നോക്കിയിരിക്കുകയാണ്. ഭഗവാൻ തൊഴുതു. കാരണം വേദങ്ങളൊക്കെ നല്ലതുപോലെ അറിയുന്ന ഒരു ബ്രാഹ്മണോത്തമനാണ്. ഇന്ന് ദ്വാരകയിൽ ഇന്നലെ വന്നു. അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ചു എനിക്കറിയില്ല. ഭഗവാൻ തൊഴുതു നിൽക്കുകയാണ്. ഈ കൃഷ്ണൻ ആരെയാ ഏറ്റവും ഇഷ്ടം എന്നറിയോ? പരീക്ഷിത് മഹാരാജാവിൻ്റെ കണ്ണ് നിറഞ്ഞു. മറുപടി ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ചോദിച്ച ചോദ്യത്തിന് ശ്രീശു ബ്രഹ്മർഷി മറുപടി പറഞ്ഞു, അതെ, ഈ ശ്രീകൃഷ്ണ ഭഗവാന് ഹേ പരീക്ഷിത്തെ ഏറ്റവും ഇഷ്ടം ആരാണോ വേദങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുന്നത്, ആ വേദമന്ത്രങ്ങളൊക്കെ ഭംഗിയായിട്ട് ചൊല്ലുന്നത്, വേദമൂർത്തിയായിരിക്കുന്ന തന്നെ എപ്പോഴും സ്മരിക്കുന്നത് ആരെയാണോ അവരെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള വേദവിത്തായ ബ്രഹ്മവിത്തമനായ തൻ്റെ കൂട്ടുകാരനായ സുധാമാവ് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഭഗവാന് എന്തൊരു ആനന്ദത്തോടെ ഭഗവാൻ മെല്ലെ കണ്ണ് തുടങ്ങുന്നത്
സുദാമാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. പിന്നെ ഒന്നും മിണ്ടിയില്ല. സജാലധ്വാധനം കൃഷ്ണാൽനതോ യാചിതവാൻ സ്വയം സുഗൃഹാൻ വൈദിതോ ഗച്ഛൽ മഹദ്ദർശനനൂർവ്രത. കഥ പറയാണ് ഗുരുനാഥൻ പരീക്ഷിത്തെ. സജാലധ്വാധനം കൃഷ്ണാൽനതോ യാചിതവാൻ സ്വയം. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് സുദാമാവ് തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി സാവധാനത്തിൽ നടക്കുമ്പോൾ ഒരുപാട് സ്മരണകളാണ് ആ മഹാത്മാവിൻ്റെ മനസ്സിലുണ്ടായത്. എന്തൊക്കെയാണ് സുദാമാവ് സ്മരിച്ചത്? അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്രിഷ്ടോ വിപ്രദോരസി. അഹോ 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 അഹോ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ജീവിതത്തെ സമ്പന്നമാക്കുന്നത് വിസ്മയങ്ങളാണ്. ഇപ്പോൾ വിസ്മയത്തിൻ്റെ എത്രയോ വലിയ ഒരു അനുഭവത്തിലാണ് സുദാമാവ് പറഞ്ഞത്. അഹോ 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 ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ട ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്രിഷ്ടോ ബിഭ്രതോരസി. അഹോ ബ്രഹ്മണ്യദേവസ്യ. ഈ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു പേരുണ്ട്. എന്താ ഭഗവാന്റെ പേര്? സഹസ്രനാമൊക്കെ നമ്മൾ ഇന്ന് രാവിലെ വായിച്ചില്ലേ? വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൃത് എന്നൊക്കെ വായിച്ച നമ്മൾ അനേകം നാമങ്ങൾ, കൃത്യം 1000 നാമങ്ങൾ രാവിലെ ഇന്ന് നല്ല എല്ലാ ദിവസവും ഇരുന്ന് വായിച്ചു. എന്നാൽ ഭഗവാന് ഈ സുദാമാവ് ഒരു പേര് പറയുന്നുണ്ട്, ബ്രഹ്മണ്യദേവ. എന്താ അർത്ഥം? ബ്രഹ്മണ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഭക്തൻ എന്നാണ് ആ വാക്കിനർത്ഥം. വേദങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച നല്ല ഒരു ബ്രാഹ്മണനുണ്ടെങ്കിൽ ആ ബ്രാഹ്മണരെ ഈ ഭഗവാന് വലിയ ഇഷ്ടമാണ്. കാരണം ഈ ലോകം നിലനിൽക്കുന്നത് വേദം കൊണ്ട് മാത്രമാണ്. ഈ വേദത്തിലെ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്തുതിയും സംഹാരവും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് ബ്രഹ്മണ്യദേവൻ എന്ന് സുദാമാവ് പേര് കൊടുക്കുന്നത്. ആ ബ്രഹ്മണ്യദേവനായ ആ ഭഗവാനെ ബ്രഹ്മണ്യദേവസ്യ ബ്രഹ്മണ്യത മയാ ദൃഷ്ട. നമ്മൾ പണ്ട് വ്യാകരണം പഠിച്ചത് ഓർമ്മയുണ്ടോ? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം നമ്മൾ പഴയ ക്ലാസ്സിലിരിക്കുന്ന പോയി നോക്കും. അത് മനസ്സിലാക്കാൻ എത്രയാ നമ്മൾ ബുദ്ധിമുട്ടിയതല്ലേ. അയ്യോ, കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കുക, തിരിച്ച് അങ്ങടാക്കുക. എന്നിട്ട് തോന്നിയില്ലേ ഈശ്വരായിട്ട് ഇച്ചിരി നാളെ ഇവിടെക്കണേ തോന്നിയിട്ടുണ്ടാവും നമ്മൾ പഠിച്ചിട്ടല്ലേ. എന്നാൽ സുദാമാവ് മടങ്ങി വരുമ്പോൾ കർത്തരി പ്രയോഗത്തിലാണോ കർമ്മണി പ്രയോഗത്തിലാണോ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ബ്രഹ്മണ്യദേവസ്യ ബ്രഹ്മണ്യത മയാ ദൃഷ്ട. അത് കർത്തരി പ്രയോഗമല്ല, കർമ്മണി പ്രയോഗമാണ്. എന്താ അത്? കർമ്മണി പ്രയോഗത്തിൽ പറയുന്നതിന് അർത്ഥം കൂടുതലാണ്. അതാണ് ശിശു ബ്രഹ്മർഷി പറഞ്ഞു. എന്താണോ സുദാമാവ് മടങ്ങി വരുമ്പോൾ ആലോചിച്ചത് അതാണ് ശിശു ബ്രഹ്മർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. സുദാമാവ് ചിന്തിക്കുകയാണ്, മയാ ദൃഷ്ട, എന്നാൽ കാണപ്പെട്ടു. എന്ത് കാണപ്പെട്ടു? ഇന്നലത്തെ അനുഭവം വെച്ച് പറയാണ് ബ്രഹ്മണ്യത. ബ്രഹ്മണ്യദേവസ്യ ബ്രഹ്മണ്യത മയാ ദൃഷ്ട. ഈ ബ്രഹ്മണ്യദേവനായ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബ്രഹ്മണ്യത എന്നാൽ കാണപ്പെട്ടു. എന്താ കാരണം? ദരിദ്രതമഃ. ഞാൻ ദരിദ്രതര ദരിദ്രതമഃ എന്ന് പറഞ്ഞാൽ എത്രയോ ദരിദ്രനാണ് ഞാൻ. എന്നിട്ട് ഭഗവാൻ, ഞാൻ ഇന്നലെ ഒരു 4 പിടി അതിലൊക്കെ ഞാൻ എൻ്റെ പത്നിയോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊടുക്കാൻ എടുത്തു വെക്കണം. എന്നിട്ട് അവളാണ് എനിക്കൊരു 4 പിടി അവര് എവിടുന്നോ ശേഖരിച്ച് തന്നത്. ഞാൻ ആ 4 പിടി അവരുമായിട്ട് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നേരത്തെ പറഞ്ഞില്ലേ, മതി വിധീത വിഷയ. ബുദ്ധി പലതരത്തിലാണ്, ഓർമ്മ പലതരത്തിലാണ്. നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മിച്ചില്ലേ? അപ്പൊ ഇപ്പൊ സുദാമാവ് ചിന്തിക്കുന്നതൊക്കെ വിധീത വിഷയ, ഇന്നലെ ഉണ്ടായ കാര്യങ്ങളാണ്. ഈ സാധു തന്റെ വീട്ടിലേക്ക് നടന്നു പോവുക. അപ്പൊ ഇന്നലെ ഉണ്ടായ കാര്യങ്ങളോ ഓർത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പത്നി തന്ന ആ 4 പിടി അവിലമെടുത്ത് ഭഗവാന്റെ നാമങ്ങളും ജപിച്ച് എങ്ങനെയാണ് ഭഗവാന്റെ തിരുമുഖം കാണുക എന്ന് മാത്രം വിചാരിച്ച് ഞാനിങ്ങനെ നടന്ന് ഏതോ ഒരു കൊട്ടാരം കണ്ടു. ഏത് കൊട്ടാരാണെന്ന് ആ സാധുവിന് അറിയില്ല. വിവേശ ഏകതമം.
16,108 കൊട്ടാരങ്ങളിൽ ഏതോ ഒരു കൊട്ടാരത്തിലേക്കാണ് ഞാൻ ഇന്നലെ നടന്നു കയറി ചെന്നത്. ആ സമയത്ത് എൻ്റെ ഒരു അനുഭവം എന്തായിരുന്നില്ല, ബ്രഹ്മാനന്ദം ഗതോ യഥ, ബ്രഹ്മാനന്ദം ഞാൻ അനുഭവിച്ച കഥ എനിക്ക് വീട്ടിൽ പോയിട്ട് ആരോട് പറയണം? എൻ്റെ പത്നി അവിടെ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവളോട് ഇത്രയും കാലം എനിക്ക് പറയാൻ ആകെ ഒരു 64 ദിവസത്തെ കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധാമാവ് ആലോചിച്ചു, 64 ദിവസം ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടായ എത്ര അനുഭവങ്ങളല്ലേ. സ്വതവേ എന്നും ഞാൻ എൻ്റെ ആ ചെറിയ കുടിലിരുന്ന് രാവിലത്തെ ഒരുപാട് ധ്യാനവും ജപവും ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ പത്നി എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് എന്നോട് പറയും, ഒരു കഥയും കൂടി പറഞ്ഞു തരുമോ? അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യാം, പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വളരെ ചെറിയ ശബ്ദത്തിൽ എന്നും ഞാൻ എൻ്റെ പത്നിക്ക് എത്രയോ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഇനി എനിക്ക് പുതിയ കഥകളൊക്കെ പറയാം. എത്ര അനുഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായതല്ലേ. എന്നെ കണ്ടപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എത്രയോ ദരിദ്രതമനായ എന്നെ, യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്രിഷ്ടോ വിഭ്രതോരസി, ലക്ഷ്മീ ദേവിയുടെ വല്ലഭനായ ഭഗവാൻ എന്നെ കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച ആ അനുഭവം അല്ല. അവിടെ ഇരുന്നു സുധാമാവും. ഞാൻ ഈ പറയുന്നതൊക്കെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീര് കൊടുകൂടാ ചാടിയിരുന്നു. ഞാൻ ആ കഥകളൊക്കെ എൻ്റെ പത്നിയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ. വാഹം ദരിദ്ര പാപിയാൻ കൃഷ്ണ ശ്രീനികേതന, എത്രയോ ദരിദ്രനായ ഞാനിവിടെ കിടക്കുന്നു. സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ഇവിടെ കിടക്കുന്നു. ബ്രഹ്മബന്ധുരി വിസ്മാഹം ബാഹുഭ്യാം പരിരംഭിത. ഭഗവാൻ എന്താ എന്നെ ചെയ്തത്? എന്നെ കെട്ടിപ്പിടിച്ചു, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോനിധ, പ്രിയയോടുകൂടി ഭഗവാൻ ഇരിക്കുന്ന ആ വലിയ സപ്രപഞ്ച കട്ടിലാണ് ഇന്നലെ ഭഗവാൻ എന്നെ കൊണ്ടുപോയി ഇരുത്തിയത്. ആ കാര്യങ്ങളൊക്കെ സുധാമാവ് നിരത്തിരുന്ന് ആലോചിച്ചു. മഹിഷ്യ വിജിത, പിന്നെ എന്തൊക്കെയാ അന്നേരം ഉണ്ടായത്? മഹിഷ്യ എന്ന് പറഞ്ഞാൽ രുക്മിണിയെ കൊണ്ട് നൃത്തം. അവിടെ ചെന്ന സമയത്താണ് ഭഗവാൻ എന്നെ എത്രയോ നന്നായിട്ട് ഇന്നലെ പൂജിച്ചു. മഹിഷ്യ വിജിത, സാക്ഷാൽ ലക്ഷ്മി ദേവിയായിരിക്കുന്ന രുക്മിണി ഇന്നലെ എത്രയോ നേരം എന്നെ വീശി. ബാലവിജന ഹസ്തയ, സുധാമാവ് ഒന്നിങ്ങനെ നോക്കിയിരുന്നു. നല്ലൊരു ബാലവിജനം കയ്യിലെടുത്തിട്ടാണ് ആ രുക്മിണി ദേവി എന്നെ വീശിയത്. ഞാൻ എത്രയോ നിസ്സാരനായ ഒരാള്, ശുശ്രൂഷയ പരമയ. ഇപ്പൊ സുധാമാവ് നിലത്തിരിക്കുകയാണ്. നിലത്തിരുന്ന് ഇന്നലെ അനുഭവങ്ങളെ പറ്റിയൊക്കെ ഓർത്തു. പാദസംവാഹനാദിരി, ശരിക്കും ഞാൻ ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. പക്ഷേ ശ്രീകൃഷ്ണ പരമാത്മാവ് എൻ്റെ പാദങ്ങളിൽ ജലമൊഴിച്ച് ഇന്നലെ എൻ്റെ പാദം കഴുകി. ഞാൻ ആ ഭഗവാനെ നമസ്കരിച്ചില്ലല്ലോ. ദ്വാരകയിൽ പോകുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? എല്ലാവരും ഭഗവാനെ നമസ്കരിക്കും. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഭഗവാനെ നമസ്കരിക്കാൻ പറ്റില്ല. ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ. ഇത്രയും നേരം ഞാൻ ആ ദ്വാരകയിൽ താമസിച്ചിട്ടും ഞാൻ ഭഗവാനെ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വഴിയിൽ നിന്ന് ഞാനങ്ങയെ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്താശീലനായ സുധാമാവ് അവിടുന്ന് എഴുന്നേറ്റു. ദ്വാരകയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാനെ പലതവണ നമസ്കരിച്ചു, കണ്ണീരൊക്കെ തുടച്ചു. വീണ്ടും സുധാമാവ് ആലോചിച്ചു. പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവൽ, എന്നോട് എന്താ കൊണ്ടുവന്നത് ഭഗവാൻ ചോദിച്ചപ്പോൾ നാണിച്ച് തല താഴ്ത്തി ഞാൻ അവര് ഒളിപ്പിച്ചു പിടിക്കുക. ഇത് ഭഗവാന് കൊടുക്കില്ല എന്ന് വിചാരിച്ച് ഞാനത് ഒളിപ്പിച്ചു പിടിച്ച സമയത്താണ് എങ്ങനെയാണ് ഭഗവാൻ കണ്ടുപിടിച്ചത്. താടിക്ക് കയ്യും കൊടുത്ത് സുധാമാവ് ആലോചിച്ചു. ഞാൻ എൻ്റെ മരവരിയെ ഒളിപ്പിച്ചു വെച്ച ആ 4 പിടി അവിലുള്ള ആ കിടി എങ്ങനെയാണ് ഭഗവാൻ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല.
കിമിതമിതി, ഭഗവാൻ പറഞ്ഞ വാക്ക് സുധാമാവ് ഓർമ്മിച്ചു. ഇതെന്താണ് എന്ന് ചോദിച്ചാണ് ഇന്നലെ ഭഗവാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ അവില് തട്ടിപ്പറിച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഭഗവാൻ ആ അവിൽ ഒരു പിടി കഴിച്ചു. അവിലൊരു പിടി കഴിച്ചിട്ട് ആ അവിലിനെ പറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിരുന്നു. നേരത്തെ ഒരു കഥ പറയുന്ന സമയത്ത് ശ്രീശോ ബ്രഹ്മർഷി നമ്മളോട് പറഞ്ഞു, ആരാണോ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നല്ലതുപോലെ ഭക്തിയോടെ പൂജിക്കുന്നത് അവർക്ക് ഭഗവാനെ കാണാം, ഭഗവാൻ പറയുന്ന വാക്കുകളൊക്കെ അവർക്ക് കേൾക്കാം. അപ്പോൾ സുധാമാവ് മടങ്ങി വരുന്ന സമയത്ത് ഭഗവാൻ തന്നോട് ഇന്നലെ പറഞ്ഞ എല്ലാ വാക്കുകളും നമുക്ക് ചില ആൾക്കാരൊക്കെ നമ്മളോട് പലതും പറയുമ്പോൾ അവർ പറയുന്ന ആ വാക്കുകൾ എത്രയോ കാലം നമ്മളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. അന്ന് ഇന്നലെ എന്താണ് ഭഗവാൻ തന്നോട് പറഞ്ഞതെന്ന് സുധാമാവ് ഓർത്തു. ഈ ഭഗവാന്റെ വാക്കുകളെ പറ്റി ഭാഗവതത്തിൽ 5 or 6 ശ്ലോകങ്ങളിലാണ് പറയുന്നത്. ഈ ഭഗവാന്റെ വാക്ക് നമ്മളാരും കേട്ടിട്ടില്ല അല്ലേ? ശ്രോതാക്കളായ നിങ്ങൾ ആരെങ്കിലും കേട്ടു? എൻ്റെ ശബ്ദം നിങ്ങളിങ്ങനെ ആ കറുത്ത പെട്ടിയിൽ കൂടെ അങ്ങനെ 6-7 ദിവസമായി കേട്ട് ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ത് എങ്ങനെയായിരിക്കും ഗുരുവായൂരപ്പൻ്റെ ശബ്ദം? നമ്മുടെ അമ്മയുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാം, അച്ഛൻ്റെ ശബ്ദം തിരിച്ചറിയാം. നമ്മളെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരുടെയൊക്കെ ശബ്ദം കേട്ടാൽ തന്നെ ആരാണ് നമ്മൾ പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തുറയിലെ എൻ്റെ ശ്രോതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോൾ മറുപടി ഒന്നും പറയേണ്ട, പിന്നെ എപ്പോഴെങ്കിലും പറയാം. എങ്ങനെയായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശബ്ദം? നമുക്കത് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഉത്തരവൊന്നും പറയേണ്ട കേട്ടോ, ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ അമ്മയുടെ ശബ്ദം നമുക്ക് തിരിച്ചറിയാം, കുട്ടികളുടെ ശബ്ദം, ഏറ്റവും നന്നായിട്ട് അറിയുന്നവരുടെ ശബ്ദമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അത് കേട്ടയാണ് സുധാമാവേ. കപിലവാസുദേവര് പറയുന്നുണ്ട്, ദേവഹൂതി അമ്മേ സംശയിക്കേണ്ട, പശ്യന്തി ദേവേ രുചിരാണ്യംബസന്ത പ്രസന്ന വക്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രദാനി സാകം വാചം സ്പൃഹണീയാം വദന്തി എന്ന കപിലമൂർത്തിയായ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആരാണോ ഭഗവാനെ അർച്ചനം മുതലായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നത് അവർക്ക് സുധാമാവിനെ പോലെ ഭഗവാനെ കാണാം എന്ന് മാത്രമല്ല കപിലമൂർത്തി പറഞ്ഞത്, സാഗം വാചം സ്പൃഹണീയാം വദന്തി. സ്പൃഹണീയാം വാചം സാഗം വദന്തി എന്താ അർത്ഥം? ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തിരുന്ന് സുധാമാവ് ആലോചിച്ചു, ഇന്നലെ എനിക്കും ഭഗവാനും കൂടി ഒരുപാട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു. ഞാനതെല്ലാം അവിടെ പോയിട്ട് എൻ്റെ പത്നിയോട് പറയും. എന്തൊക്കെയാ ഭഗവാൻ എന്നോട് പറഞ്ഞതല്ലേ? ആ അവിടെടുത്തപ്പോൾ ഭഗവാൻ പറഞ്ഞ വാക്യം സുധാമാവ് ഓർത്തു. നന്വേതതുപനീതമേ പരമപ്രീണനം സഹേ. ഒരു മഹാമന്ത്രം പോലെ ആ വഴിയിൽ സുധാമാവ് ഭഗവാൻ പറഞ്ഞ വാക്കോർത്തു. തർപ്പയത്യംഗമാം വിശ്വമേതേ പൃഥുക കണ്ടുലാഹ. നല്ല വേഗത്തിലാണത്രേ ഭഗവാൻ സംസാരിച്ചത്. തർപ്പയത്യംഗമാം വിശ്വമേതേ പൃഥുക കണ്ടുലാഹ. ആ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞ ആ മന്ത്രങ്ങളൊക്കെ സുധാമാവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് എന്താ ഭഗവാൻ പറഞ്ഞതെന്നല്ലേ? പെട്ടെന്നാണ് രുക്മിണി വന്നിട്ട് കൈ പിടിച്ചു. എന്തിനാ രുക്മിണി വന്ന് കൈ പിടിച്ചത്? എന്താ രുക്മിണി പറഞ്ഞത്? രുക്മിണി പറഞ്ഞത്, ഏതാവതാരം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയെ. ഈ സുധാമാവിനൊരു കഴിവുണ്ടത്രേ, സന്ദീപനിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതോട് ഒറ്റ തവണ കേട്ടാൽ മതി, അത് മുഴുവനും ഓർത്തിരിക്കാനുള്ള ഒരു സ്മൃതി ആർക്കുണ്ടായിരുന്നു? സുധാമാവിനുണ്ടായി. ഇപ്പൊ സുധാമാവ് എവിടെയാണ്? ദ്വാരകയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് സാവധാനത്തിൽ നടന്നു പോകും. ഏതെങ്കിലുമൊക്കെ മരം കാണുമ്പോൾ അതിൻ്റെ മരത്തിൻ്റെ താഴെ ഇരിക്കും, കുറേ നാമം ജപിക്കും. ഇന്നലെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓർക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ, ലക്ഷ്മി ദേവിയായ രുക്മിണിയുടെ മന്ത്രങ്ങളൊക്കെ സുധാമാവിന് ഓർമ്മ വന്നു. കൈ പിടിച്ചപ്പോൾ എന്താ രുക്മിണി പറഞ്ഞത്? നല്ല ഓർമ്മയുണ്ട്. ഏതാവത, അത് വേറൊരു തരത്തിലാണ്. കൃഷ്ണന്റെ ശബ്ദം പോലെയല്ല ആരുടെ? രുക്മിണിയുടെ ശബ്ദം. രുക്മിണി എന്താ പറഞ്ഞത്? ഏതാവതാരം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയെ അസ്മിൻ മ്ലോയേതവാമുഷ്മിൻ പുംസ തുത്തോഷ
കാരണം. എന്താ ആ ദേവി പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണിയും തന്നോട് പറഞ്ഞ ആ മഹാമന്ത്രങ്ങളാകുന്ന വാക്കുകളൊക്കെ ഓർത്തോർത്തോർത്ത് സുദാമാവ് അവിടെ നിന്ന് ഒരിക്കൽ കൂടി ആരെ നമസ്കരിച്ചു? ഭഗവാനെ ദ്വാരകയിലേക്ക് തിരിഞ്ഞ് നിന്ന് എത്ര തവണയാ നമസ്കരിച്ചതെന്നറിയോ? എന്നിട്ട് ശ്രീശോബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷിത്തെ ഒരു നമസ്കാരം കൂടി ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു മഹാമന്ത്രം ചൊല്ലി. അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, എന്ത് മഹാമന്ത്ര ഗുരുനാഥ ചൊല്ലിയത്? കേട്ടോളൂ. സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. ഈ മഹാമന്ത്രമാണ് വഴിയിലിരുന്ന് ആ സുദാമാവ് ചൊല്ലിയത്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗാപവർഗയോ പുംസാം, മനുഷ്യർക്ക് സ്വർഗസുഖങ്ങളും മോക്ഷസുഖങ്ങളും രസാതലാദി സുഖങ്ങളും ഭൂമിയിലുള്ള സുഖങ്ങളും എല്ലാ സമ്പത്തുകളും എല്ലാ തരത്തിലുള്ള സിദ്ധികളും കിട്ടണമെന്ന് മനസ്സിൽ ആശയുണ്ടെങ്കിൽ സുദാമാവ് പറഞ്ഞു, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, അച്ചരണാർച്ചനം. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണങ്ങൾ നല്ലതുപോലെ അർച്ചിച്ചാൽ മാത്രം മതി. ആ മന്ത്രം ചൊല്ലിയിട്ട് ഒരിക്കൽ കൂടി ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് സുദാമാവ് വീണ്ടും ഇങ്ങനെ ആലോചിക്കുക, അധനോയം ധനം പ്രാപ്യ ആദ്യം ഉച്ചേർന്ന മാം സ്മരയിൽ ഇത് കാരുണ്യമോ മൂലം ധനം മേ ഭൂരി നാദതാൽ. തൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് വീട്ടിലേക്ക് പോകുന്നുണ്ട്, ദ്വാരകയിലേക്ക് പോകുന്നുണ്ട്, വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു തവണ മനസ്സ് വീട്ടിലേക്ക് പോയപ്പോൾ തൻ്റെ ഭാര്യയെ പറ്റി ഓർത്തപ്പോൾ സുദാമാവ് വിചാരിച്ചു, എന്റെ കൃഷ്ണ, ഞാനൊരു കാര്യം മറന്നു പോയിട്ടോ. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു എല്ലാം ഓർമ്മിക്കാൻ കഴിയുന്നു. എന്തേ മറന്നത്? എന്നോട് എൻ്റെ ഭാര്യ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഭഗവാനെ കാണുമ്പോഴേ ഇത്തിരി ധനം ചോദിക്കണം. ദാസ്യദ്രവിണം ഭൂരി, ഭഗവാൻ ഇഷ്ടം പോലെ ധനം തരും, അതുകൊണ്ട് ചോദിക്കണേ, എങ്കിൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ തീരും എന്ന് എൻ്റെ പത്നി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ ദ്വാരകയിലെ ആ അനുഭവങ്ങളിലൊക്കെ മുങ്ങിക്കുളിച്ചപ്പോൾ അതൊന്നും അറിഞ്ഞില്ല, ഞാൻ മറന്നുപോയി. അവരോട് ഞാൻ എന്താ പറയുക? അതെല്ലാം ഭഗവാൻ അറിയില്ലേ? എന്നിട്ട് എന്തേ ഭഗവാൻ എനിക്ക് ധനം തരാതിരുന്നത്? സുദാമാവ് തുള്ളിച്ചാടി. ഈ ഭക്തന്മാർ ചിലപ്പോൾ തുള്ളിച്ചാടും അത്രേ. ആ വഴിയിൽ നിന്ന് ഒറ്റയ്ക്ക് നാമം ജപിച്ച് തുള്ളിച്ചാടിയ സുദാമാവ് പറഞ്ഞു, ഈ കൃഷ്ണൻ കരുണാമൂർത്തിയാണ്. എന്താണ് ഈ ഭക്തൻ ചില സമയത്ത് ആനന്ദം വരുന്ന സമയത്ത് തുള്ളിച്ചാടും അത്രേ. തുള്ളിച്ചാടിക്കൊണ്ട് സുദാമാവ് പറഞ്ഞു, ഇതികാരുണ്യോ നോനം ധനം മേ ഭൂരി നാദകാൽ. ഈ ഭഗവാന്റെ കരുണയെ ഓർത്തിട്ടാണ് പണ്ട് ഭാഗവതം പാടിയിരുന്ന ഒരു മഹാത്മാവ് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, കാരുണ്യവാരിധേ 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 കാരുണ്യാബ്ധേ, ഇത്രയും കാരുണ്യമെന്നിൽ നടിച്ചതും ചിത്രം നാടിപ്പതും ചിത്രം തന്നെ. ഇത് ചിത്രമാണ്, ഇത് വിചിത്രമാണ്. അല്പം ഭാഗവതം വായിച്ചു എന്നല്ലാതെ ഈ ഉള്ളവൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അവിടുന്ന് എത്രയെത്ര കാരുണ്യമാണ് എന്നോട് ചൊരിഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് ഈ മന്ത്രം വായിച്ചിട്ടാണ് അത്രേ ആ മഹാത്മാവ് പാടിയത്. അധനോയം ധനം പ്രാപ്യ മാദ്യൻ ഉച്ചയർന്ന മാം സ്മരേതി കാരുണ്യോ. ഉറപ്പാണ്, നൂനെന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഈ കൃഷ്ണൻ കരുണാവാരിധി ആയതുകൊണ്ടാണ് ധനം മേ അഭൂരി ന അദദാൽ, ഒരിത്തിരി പോലും ധനം എനിക്ക് തരാതിരുന്നത്. എന്താ കാരണം? ഭഗവാൻ അറിയാം, എനിക്ക് ധനം കിട്ടിയാൽ ഞാൻ ഭഗവാനെ സ്മരിക്കില്ല. കൃഷ്ണനെ സ്മരിക്കാതെ ഞാൻ ജീവിക്കുന്നത് ആ ഭഗവാന് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ എനിക്കൊരു ഇത്തിരി പോലും ഭഗവാൻ ധനം തരാതിരുന്നത്. ഈ വാർത്ത എനിക്ക് അവളോട് പറയണം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട്
അദ്ദേഹം എവിടേക്കോ ഓടി. എവിടെയാ എത്തിയത് എന്നറിയില്ല. നമ്മളോട് സാധാരണ എല്ലാവരും പറയാറില്ലേ, ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യണം. ഈ ഭഗവാനെ പറ്റി വിചാരിച്ച് കിഴക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ എങ്ങടാ നടന്നതെന്ന് അറിയാതെ സുദാമാവ് തൻ്റെ പത്നിയോട് ഈ വാർത്ത പറയണം. പണ്ടൊരു മഹാത്മാവ് പറഞ്ഞില്ലേ, വാർത്ത പറയുകയാണെങ്കിൽ, കഥ പറയുകയാണെങ്കിൽ വാർത്താം സഖേ തീർത്ഥകൃതിയായ ഈ കൃഷ്ണന്റെ കഥ പറയണമെന്ന് വിചാരിച്ച് കണ്ണുനീര് തുടച്ച് എങ്ങോട്ടോ ഓടി. അങ്ങനെ ഓടിയപ്പോ അമ്പലന്ന് നോക്കി നിൽക്കുക. എന്താ ഈ കാണുന്നത്? സൂര്യാനബിന്ദു സങ്കാശൈഹി വിമാനൈഹി സർവതോ വ്രതം. എത്രയെത്ര കെട്ടിടങ്ങള്, കൊട്ടാരങ്ങള്, ഒരുപാട് ഉദ്യാനങ്ങള്, ഉപവനങ്ങള്, എന്തെല്ലാമോ കാണുന്നുണ്ട്. ആരൊക്കെയോ നടന്നു വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. അയ്യനാക്ഷിഭിഹി, നല്ല സുന്ദരിമാരായ ഈ സ്ത്രീകളായ കിമിതം. അവില് കിട്ടിയപ്പോ കൃഷ്ണനും അതന്നെയാ പറഞ്ഞതല്ലേ. അവില് കണ്ടപ്പോ അവില് തട്ടിപ്പറിച്ചെടുത്ത കൃഷ്ണൻ എന്താ സുദാമാവിനോട് പറഞ്ഞത്? കിമിതം. അതെന്നെയാണ് ഇപ്പൊ ആര് പറഞ്ഞത്? ഇതാണത്രേ ഉപാസകൻ കുറെ കഴിഞ്ഞാൽ ആ ഉപാസ്യരായ ദേവൻ പറയുന്ന മന്ത്രങ്ങളാണ് അത്രേ ലഭിക്കുക. എന്തെല്ലാമോ കണ്ട സുദാമാവ് ഭഗവാന്റെ വാക്ക് ആവർത്തിച്ചു, കിമിതം. അപ്പോഴാണ് ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. കണ്ടപ്പോൾ മനസ്സിലായി, ലക്ഷ്മി ദേവിയെ പോലെ ശോഭയുള്ള ആരോ ഒരു സ്ത്രീ. അടുത്തേക്ക് എത്തിയപ്പോൾ മീമാംസമാനം. സുദാമാവ് ആലോചിച്ചു, ആരാ ഈ വരുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ചെവിയിലേക്ക് ഗീതവാദ്യേനഭൂയസ, എത്രയോ തരത്തിലുള്ള പലതരത്തിലുള്ള ഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ സുദാമാവിന്റെ ചെവിയിലേക്ക് ഒഴുകി വരുന്നു. അടുത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി, അതെ, ഇതെന്റെ പത്നി തന്നെയാണ്. പതിവ്രതാപതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഭക്തി ഉണ്ടായാൽ പിന്നീട് എല്ലാവർക്കും ഭക്തി ഉണ്ടാവുന്നതാണ്. സുദാമാവ് ഭഗവാനെ പോയി കണ്ടു വന്നപ്പോഴേക്കും പ്രേമോത്കണ്ഠാശ്രുലോചന, സുദാമാവിന്റെ പത്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രേമത്തോടുകൂടി ആ പതിവ്രതാരത്നം മീലിതാക്ഷി കണ്ണടച്ചു. അനവത് ബുദ്ധി കൊണ്ട് തൻ്റെ ഭർത്താവിനെ നമസ്കരിച്ചു. ഹേ പരീക്ഷിത്തെ, മനസാ പരിശസ്വരേ. ആ സതീരത്നം മനസ്സുകൊണ്ട് തൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി നിൽക്കുക. ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, വിസ്മയങ്ങളാണ് ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്. എത്ര വിസ്മയങ്ങളാണല്ലേ. ആ വിസ്മയങ്ങളെല്ലാം കണ്ടപ്പോൾ സുദാമാവിന് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. ഭഗവാന്റെ ചരണങ്ങൾ താമരപ്പൂവിനേക്കാൾ മനോഹരമായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ എന്നും അർച്ചിക്കുക. പൂക്കളെ കൊണ്ടോ ജലം കൊണ്ടോ ഗന്ധം കൊണ്ടോ മറ്റേതെങ്കിലും ദ്രവ്യങ്ങളെ കൊണ്ടോ എന്നും ആരാണോ, ഏത് മനുഷ്യനാണോ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാരവിന്ദങ്ങൾ അർച്ചിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ജീവിതം ധന്യമായി തീരും. പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ ഭഗവാൻ തരിക എന്നാണ് ശിശുബ്രഹ്മർഷി ഈ കഥ പറഞ്ഞ് ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനി എത്രയാണ് ആയുസ് ബാക്കിയുള്ളതെന്ന് അറിയില്ല. ഇനി ശേഷിച്ച നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചുകൊണ്ട്, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട്, ഭഗവാന്റെ കഥകൾ കേട്ടും പറഞ്ഞും കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം.